നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഇഷ്ടപ്പെടാതെ യാത്രകൾ ചെയ്യേണ്ട സന്ദർഭങ്ങളും വരാറുണ്ട്. അതൊരു വിനോദയാത്രയാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ വിനോദയാത്രകൾ വളരെയേറെ കുറഞ്ഞെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് 2-3 ദിവസം വീട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ട പല സന്ദർഭങ്ങളും കുറേ പേർക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. ഏത് തരം യാത്രയാണെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്ന് പലപ്പോഴും എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ പലപ്പോഴും അവയെല്ലാം മനഃപൂർവ്വം പലരും മാറ്റിവെക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ആണ് ചെയ്തു വരാറുള്ളത്. യാത്രകളിൽ സംഭവിച്ചേക്കാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അതിന് വളരെയേറെ പ്രസക്തിയുമുണ്ട്. യാത്രകളിൽ കുറച്ച് ആയുർവേദ മരുന്നുകൾ കൂടി കരുതിയാൽ എങ്ങനെയുണ്ടാകും എന്നാണ് ഇന്നിവിടെ പറയുന്നത്. നമ്മൾ 2-3 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചയോ അതിൽ കൂടുതലോ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം കരുതുന്നത് വസ്ത്രങ്ങളായിരിക്കും, അല്ലേ? പിന്നെ ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ് തുടങ്ങിയവയും സൗന്ദര്യ സംരക്ഷക വസ്തുക്കളും കരുതാതെ ഒരു യാത്ര ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. അക്കൂട്ടത്തിൽ കുറച്ച് ആയുർവേദ മരുന്നുകളും ഒരു കിറ്റിൽ കരുതി വയ്ക്കാവുന്നതാണ്. ഇതിന് അധികം സ്പേസ് ഒന്നും നമ്മുടെ ബാഗിൽ ഇല്ലാതാകാൻ പോകുന്നില്ല. കഷായങ്ങളും അരിഷ്ടങ്ങളും പോലുള്ള ലിക്വിഡ് ഐറ്റംസ് ഒഴിവാക്കി ടാബ്ലറ്റ് ഫോമിലുള്ളതും ചൂർണ്ണ രൂപത്തിലുള്ളതുമായ മരുന്നുകൾ ഒരു കിറ്റിൽ വയ്ക്കാം. അതുപോലെ തലവേദനയ്ക്കും ജോയിൻറ്റ്സ് പെയിനിനും സ്പ്രെയിൻ, മസ്കുലർ പെയിൻ എന്നിവയ്ക്കും പറ്റിയ ഓയിൻമെൻറ്റുകളും ബാമുകളും കൂടി കരുതാം. ദഹന വൈഷമ്യങ്ങളുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പൊതുവെ യാത്രകളിൽ സംഭവിക്കാം. ഗ്യാസ് ട്രബിൾ, പുളിച്ചു തികട്ടൽ, വയറുവേദന എന്നിവ ഉണ്ടാവുകയാണെങ്കിൽ ആശ്വാസത്തിന് കരുതാവുന്ന മരുന്നുകളും ഇതോടൊപ്പം പറയാം. കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന തുമ്മൽ, ജലദോഷം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ ഒരു ഹെർബൽ ടീ പൗഡർ കൂടി തയ്യാറാക്കി വയ്ക്കുന്നതും ഇവിടെ പറയുന്നുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ജെറ്റ് ലാഗ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ദീർഘദൂരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ടൈം സോൺ ക്രോസ് ചെയ്യുമ്പോഴുണ്ടാകാറുള്ളതാണ്. ഇതിനായി കരുതാവുന്ന ആയുർവേദ ഗുളികകളും ട്രാവൽ കിറ്റിൽ കരുതാം. ഇതിൽ പറയുന്ന മരുന്നുകൾ ഒരു മുൻകരുതലായിട്ടും ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കുമായിട്ടാണ് പറയുന്നത്. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ആശ്വാസം ലഭിക്കാതെ വന്നാൽ എത്രയും വേഗം ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പല്ല് തേക്കുവാനുള്ള ഹെർബൽ ടൂത്ത് പൗഡറുകളോ പേസ്റ്റുകളോ കിറ്റിൽ കരുതാവുന്നതാണ്. യാത്രകൾക്കിടയിൽ കാലത്ത് തന്നെ ഒരു ഹെർബൽ ടീ കുടിക്കുന്നത് നന്നായിരിക്കും. ഇതിനായി വീട്ടിൽ നിന്നും പുറപ്പെടും മുമ്പ് തന്നെ ഒരു ചെറിയ ടിന്നിൽ ചുക്ക്, കുരുമുളക്, മഞ്ഞൾ എന്നിവ സമമായെടുത്ത് ഉണക്കിപ്പൊടിച്ചത് കരുതാം. ഇതിൽ നിന്ന് 1/2 ടീസ്പൂൺ പൊടി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ട് ഇളക്കി 10 മിനിറ്റ് വെച്ച ശേഷം കുടിക്കുന്നത് ത്രോട്ട് ഇറിറ്റേഷൻ, തലവേദന, ദഹന പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതോടൊപ്പം ഒരു രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുവാനും നല്ലതാണ്. ആയുർവേദ മരുന്നുകളുടെ കിറ്റിൽ ഒരു ചെറിയ പാക്ക് രാസ്നാദി ചൂർണം വയ്ക്കാം. ഓരോ നുള്ളു രാസ്നാദി ചൂർണം കാലത്തും വൈകിട്ടും നെറുകയിൽ വെച്ച് തിരുമുന്നത് കാലാവസ്ഥാ വ്യത്യാസം മൂലവും വെള്ളം മാറി കുളിക്കുന്നത് കൊണ്ട് വരാവുന്ന ജലദോഷം, തുമ്മൽ എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ നല്ലതാണ്. തലവേദനയ്ക്ക് 2 ധന്വന്തരി ഗുളിക വായിലിട്ട് അലിയിച്ചിറക്കുകയോ കുറച്ച് ചൂടുവെള്ളത്തിൽ പൊടിച്ചു ചേർത്ത് കുടിക്കുകയോ ചെയ്യാം. സ്ട്രെയിൻ മൂലം വരുന്ന തലവേദനകൾ കുറയുവാനും നല്ല റിലാക്സ്ഡ് ഫീലിംഗ് ഉണ്ടാകുവാനും ധന്വന്തരി ഗുളിക വളരെ നല്ലതായി പറയുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും പെയിൻ ബാം പുരട്ടുന്നതും നന്നായിരിക്കും. വൈദ്യരത്നം പ്രൊഡക്റ്റായ വൈദ്യേന്ദു ബാം പുരട്ടുന്നത് നല്ലതാണ്. നെറ്റിയിലും കഴുത്തിലും വളരെ കുറച്ച് പുരട്ടി തലോടുകയാണ് വേണ്ടത്. യാത്രകൾക്കിടയിലെ ഭക്ഷണങ്ങൾ ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ് ട്രബിൾ, പുളിച്ചു തികട്ടൽ എന്നീ അസ്വസ്ഥതകൾക്കും കാരണമാകാറുണ്ടല്ലോ. അതിനായി ഒരു ഹിംഗുവ ജാതി ഗുളിക ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ നല്ല ആശ്വാസം ലഭിക്കും. അതുപോലെ ഗുഫിക് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സുൽസർ ക്യാപ്സ്യൂളും ആസിഡിറ്റി, ഗ്യാസ് ട്രബിൾ എന്നിവയ്ക്ക് നല്ല ഫലം തരുന്നതാണ്. ഈ ക്യാപ്സ്യൂൾ 1 വീതം 2-3 നേരം കഴിക്കുന്നത് ഈ വക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാൻ നല്ലതാണ്. ഒരു വില്വാദി ഗുളിക
യാത്രകളിൽ ദിവസവും കാലത്ത് കഴിച്ച് മീതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ നന്നായിരിക്കും. വില്ലുവാതി ഗുളിക ഒരെണ്ണം കുറച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് ചെറിയ രീതിയിലുള്ള ലൂസ് മോഷൻ മാറുവാൻ നല്ലതാണ്. ചുമ, ജലദോഷം, തുമ്മൽ എന്നിവയുള്ളവർക്ക് ഗുഫിക് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കൊഫൻറ്റ് സിറപ്പ് 1 ടീസ്പൂൺ വീതം 2-3 നേരം കഴിക്കുന്നത് നന്നായിരിക്കും. താലീസപത്രാദി ചൂർണം തേനിൽ മിക്സ് ചെയ്ത് കുറേശ്ശെ പലവട്ടം കഴിക്കുന്നതും ചുമ, ശ്വാസതടസ്സം എന്നിവയ്ക്ക് ആശ്വാസം നൽകും. നിരപ്പല്ലാത്ത വഴിയിലൂടെ നടക്കുമ്പോഴോ ട്രെക്കിംഗ് പോലുള്ളവ ചെയ്യുമ്പോഴോ സംഭവിക്കാവുന്ന മസിൽ സ്പാസം, ക്രാംസ്, കാല് ഉളുക്കൽ എന്നിവയ്ക്ക് സെല്ലഗി ഓയിൻമെൻറ്റ് അല്ലെങ്കിൽ റിക്കോ പെയിൻ ബാം പുരട്ടി തലോടുന്നത് നല്ലതാണ്. ജോയിൻസിൽ വരുന്ന വേദനകൾക്കും ഇത് കുറച്ച് പുരട്ടി തലോടുന്നത് ആശ്വാസം തരും. നടുവേദന, കഴുത്തുവേദന എന്നിവയ്ക്കും ഈ പറഞ്ഞ ഓയിൻമെൻറ്റുകളുടെ ഉപയോഗം നല്ലതാണ്. സെല്ലഗി ലിനമെൻറ്റും ഇത്തരത്തിലുള്ള വേദനകൾക്ക് പുറമെ പുരട്ടുവാൻ നമ്മുടെ കിറ്റിൽ കരുതാവുന്ന ഒരു മരുന്നാണ്. യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ തന്നെ ഏതെങ്കിലും അസുഖങ്ങൾക്കായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ പ്രത്യേകം കരുതേണ്ടതാണ്. ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ യാത്രയിൽ പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസമുണ്ടാകുവാൻ കരുതാം എന്ന് മാത്രം. കൂടുതൽ വെയിൽ കൊണ്ട് നടക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ പരമാവധി സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. UV റേസ് അധികം നേരം മുഖത്തും ശരീരഭാഗങ്ങളിലും ഏൽക്കുന്നത് ചർമ്മസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാം. വൈദ്യരത്നത്തിൻ്റെ പ്രൊഡക്റ്റായ ഫ്ലോറാഫെയർ ക്രീം ലൈറ്റായി മുഖത്ത് പുരട്ടുന്നത് സൺലൈറ്റ് പ്രൊട്ടക്ഷന് നന്നായിരിക്കും. ഇത് ഒരു സൗന്ദര്യവർദ്ധക ക്രീം എന്ന രീതിയിലും ദിവസവും ഉപയോഗിക്കാവുന്നതാണ്. കുങ്കുമ തൈലം 1-2 തുള്ളി മുഖത്ത് പുരട്ടുന്നതും കാലാവസ്ഥാ മാറ്റങ്ങളിൽ ഫേസിന് വരാവുന്ന ഡ്രൈനസ്, ഇച്ചിങ് മുതലായവയ്ക്ക് നല്ലതാണ്. കോട്ടകൽ ആയുർവേദശാലയുടെ നോസ്ട്രി ക്യാപ്പ് കിറ്റിൽ കരുതുന്നത് നന്നായിരിക്കും. മൂക്കടപ്പ്, തലവേദന തുടങ്ങിയ കഫസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുവാൻ ഇത് വളരെ നല്ലതാണ്. തിളപ്പിച്ച വെള്ളത്തിൽ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് പുതപ്പ് മൂടി ആവി പിടിക്കുകയാണ് വേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരുന്നുകളും അവയുടെ പ്രയോഗങ്ങളും ശ്രദ്ധയോടെ ചെയ്യുവാൻ ശ്രമിക്കുക. അതായത് ചുമ, തലവേദന, ദഹനവൈഷമ്യങ്ങൾ എന്നിവയ്ക്ക് ഉള്ളിലേക്കുള്ള മരുന്നുകൾ കൂടി പറഞ്ഞത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ മരുന്ന് കഴിച്ചാൽ വേഗം മാറും എന്ന് കരുതരുത് എന്ന ചിന്തയോടെയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡോസിൽ തന്നെ ഉള്ളിലേക്കുള്ള മരുന്നുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ എത്രയും വേഗം ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം തന്നെ മരുന്നുകൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. ഒരു വിനോദയാത്രയിൽ അത് പരമാവധി ആസ്വാദ്യകരമാക്കുവാനും മറ്റു യാത്രകളിൽ ഒരു ആശ്വാസമേകുവാനും ഈ വക മരുന്നുകൾ കരുതുന്നത് നല്ലതാണ്. സമയാസമയങ്ങളിലുള്ള ഭക്ഷണവും 6-7 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള സന്ദർഭങ്ങളും ഉണ്ടാക്കണം. വൃത്തിയുള്ള ഭക്ഷണശാലകൾ തിരഞ്ഞെടുക്കുക. ചൂടുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കുവാൻ പരമാവധി ശ്രമിക്കുക. തണുത്തതും കൂടുതൽ മുക്കിപ്പൊരിച്ച ഭക്ഷണങ്ങളും വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ കാരണമാകാം. അതുപോലെ യാത്രകളിൽ പരമാവധി പച്ചക്കറി, പഴവർഗ്ഗങ്ങളായിരിക്കില്ലേ നല്ലത്. മറ്റൊരു കാര്യം, നല്ല കനത്തിൽ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന സംശയം വരികയാണെങ്കിൽ 1-2 വില്ലുവാതി ഗുളിക കഴിച്ച് മീതെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക. ദഹനം വേണ്ട വിധത്തിൽ ഉണ്ടാകുവാനും ലൂസ് മോഷൻ, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ എന്നിവ കഴിച്ച ഭക്ഷണം കൊണ്ടുണ്ടാകാതിരിക്കുവാനും ഇത് നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന യാത്രകൾ മൂലം നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുവാൻ അല്പം ശ്രദ്ധ കൊടുക്കുന്നതിൽ തെറ്റില്ല. ട്രെയിനിലോ ഫ്ലൈറ്റിലോ യാത്ര ചെയ്യുന്നവർ പാക്ക്ഡ് ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. സ്വയം ഡ്രൈവ് ചെയ്തു പോകുന്ന യാത്രകളിൽ ഇടവേളകളുണ്ടാക്കി കുറച്ചു നേരം സീറ്റിൽ നിന്നിറങ്ങി ചെറിയ മൂവ്മെൻറ്റ്സ് ശരീരത്തിനുണ്ടാകുന്നത് കഴുത്തുവേദന, നടുവേദന എന്നിവ വരാതിരിക്കുവാൻ നന്നായിരിക്കും. ഡ്രൈവിങ്ങിനിടയ്ക്ക് ഉറക്കം വരുന്നെങ്കിൽ തീർച്ചയായും വാഹനം നിർത്തി മുഖം കഴുകിയതിന് ശേഷം അല്പനേരം വിശ്രമിച്ച് യാത്ര തുടരുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള ഒരു ആയുർവേദ മെഡിസിൻ കിറ്റ് യാത്രകളിൽ കരുതുന്നവരുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആയുർവേദത്തിലൂടെ ആരോഗ്യ സംരക്ഷണത്തിനായി പരമാവധി എല്ലാവരും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ ഇനിയുമുണ്ടാകാം. ഏതെങ്കിലും മരുന്നുകളുടെ കാര്യത്തിലോ
വേറെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. വൈകാതെ മറുപടി തരുവാൻ ഞാൻ ശ്രമിക്കാം. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.